ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ മൈസൂരിലാണ് സ്റ്റേ ചെയ്തത്. മൈസൂർ റൂമിൽ നിന്ന് ഇപ്പം ഇവിടെ നമ്മൾ നിൽക്കുന്നത് ചാമുണ്ഡി ഹിൽസിലാണ് ഫ്രണ്ട്സ്. ചാമുണ്ഡി ഹിൽസ് രാവിലെ ഞങ്ങൾ ചാമുണ്ഡി ഹിൽസിൽ വന്നു. ഇനി ഇവിടെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട്. ടെമ്പിൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് കണ്ടിട്ട് അടുത്ത് ഇവിടെ മൈസൂരിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ചാമുണ്ഡി ഹിൽസിലോട്ട് പോട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്ന വിശാലമായ റോഡാണിത്. നമുക്ക് അവിടെ നിർത്താൻ പറ്റത്തുള്ളൂ വണ്ടി. ഇനി അങ്ങോട്ട് നമ്മൾ നടന്നു പോകണം. കുറേ അങ്ങ് മേലെ പോകുമ്പോഴാണ് ടെമ്പിൾ ഉള്ളത്. നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. ഫോൺ അലൗഡ് ആണോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എല്ലാവരും ഹായ് കൊടുക്കൂ. കൊട മാറ്റപ്പോൾ കിട്ടും. ഇത്രയും നടന്ന് കയറണം, അതാണ് ടാസ്ക്. അയ്യോ അയ്യാ കഥയ്ക്കുന്നു. ഇത്തിരി നടന്നപ്പോൾ തന്നെ ക്ഷണിച്ചു. വണ്ടികളൊക്കെ പോകുന്നുണ്ട്, പക്ഷേ നമ്മളെ വണ്ടി അങ്ങനെ വിട്ടില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ ടെമ്പിളിൽ പ്രത്യേകിച്ച് പൂജയോ കാര്യങ്ങളോ എല്ലാം ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഉള്ളതിനെക്കാട്ടിലും നല്ല തിരക്കായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളാണ്. അങ്ങ് അറ്റം വരെ റോഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ദോ കാണുന്നതാണ് ഗൈസ് ടെമ്പിൾ. നിങ്ങൾ അടുത്തോട്ട് പോട്ടെ. എനിക്ക് ഫോൺ അലൗഡ് അല്ല എന്ന് തോന്നുന്നു, നോക്കാം. ഞങ്ങൾ അകത്തോട്ട് പോകുന്നില്ല. അടുത്ത പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അകത്തോട്ട് പോകുന്നില്ല. എൻട്രൻസ് നോക്കട്ടെ, അതുവരെ പോകാൻ പറ്റുമോ നോക്കട്ടെ. നല്ല തിരക്കുണ്ട്, കണ്ടാൽ അറിയായിരിക്കും. അവിടെ ക്യൂ ആണ് കേട്ടോ. കാണിക്കാം. അങ്ങനെ ചാമുണ്ഡി അമ്മ ടെമ്പിളിന്റെ പേര് തമ്മി ചാമേണ്ട് ചാമേണ്ടേശ്വരി. അങ്ങനെ നമ്മൾ ടെമ്പിളൊക്കെ കണ്ടു. ഇനി തിരിച്ച് പാർക്കിങ്ങിൽ പോകണം. ഫുഡ് കഴിച്ചില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇനി വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്തിന് വേറെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാവേ. ഞങ്ങളങ്ങനെ ടെമ്പിളൊക്കെ കണ്ടു. ഇനി പാർക്കിംഗ് സ്ഥലത്തോട്ട് പോവുകയാണ്. രാവിലെ ഒരു ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഫ്രണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് ടെമ്പിൾ കാണാനായിട്ട് വന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് സ്ഥലങ്ങളൊക്കെ പോകണം. അതൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. ഗൈസ്, ഇവിടെ നോക്കൂ, ഒരു പുറകു ബൊമ്മ. അങ്ങനെ കവറൊക്കെ പിടിച്ചു വെച്ചോ, കൊണ്ടുപോകും. അത് കവർ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് കവർ പിടിച്ചോ. മൈസൂർ ടൗൺ സൂപ്പറല്ലേ, അടിപൊളി വ്യൂ. കഴിക്കാനായിട്ട് ഇറങ്ങി. ഇതാണ് ടൊമാറ്റോ റൈസ്. രാവിലെ ടൊമാറ്റോ റൈസിന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ടൊമാറ്റോ റൈസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഒരു ബിരിയാണി കഴിക്കുന്ന ഒരു എഫക്റ്റ് ടേസ്റ്റ് കാണാം. അങ്ങനെ നമ്മൾ സൂലെത്തി. മൈസൂർ സൂ കാണാനായിട്ട് പോവാണ്. ഓക്കെ, അകത്ത് കയറണം. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എത്ര രൂപയെന്ന് അറിയത്തില്ല. ടിക്കറ്റ് എടുത്തിട്ട് കാണാം. ഇതാണ് നമ്മളെ മൈസൂർ സൂ.
ഫ്രണ്ട്സ് അങ്ങനെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് അഡൽറ്റിന് 100ഉം ചൈൽഡിന് 50ആണ്. ടിക്കറ്റ് എടുത്തു. ഉണ്ടോ ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. സെൽഫി സ്റ്റിക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ 1500 2000 എന്താണ് ഫൈൻ. ഓക്കെ ഫ്രണ്ട്സ്, അകത്തോട്ട് കയറട്ടെ. ഗൈസ്, ഞങ്ങൾ നടന്നു പോകാൻ നിങ്ങൾക്ക് വയ്യ. കാലൊക്കെ നല്ല പോലെ വേദനയുണ്ട്. ഇനി നാളെയും മറ്റന്നാളൊക്കെ കുറേ നടക്കണമല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ നടന്നു കഴിഞ്ഞാൽ സത്തും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ബാറ്ററി വണ്ടി എടുത്തു. വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അതുകൊണ്ട് എന്ത് വെച്ചാൽ കിളികൾ കരയുന്നു. അപ്പം ബാറ്ററി വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ബാറ്ററി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. വരുന്നു, ആൾക്കാർ കയറുന്നു, പോകുന്നു. അങ്ങനെ നമ്മളോട് പറഞ്ഞാൽ 45 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നാൽ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. വണ്ടിയിലത്തെ കയറിയിട്ട് നമുക്ക് വണ്ടിയിലേക്ക് കയറിയിട്ട് കാണാം. ഇവരെല്ലാവരും വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇപ്പോൾ ഒരു വണ്ടി വന്നു കേട്ടോ. ഒരു വണ്ടി വന്നു. എല്ലാവരും വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ വണ്ടി വന്നു, വണ്ടി കയറി. ഇനി യാത്ര തുടങ്ങട്ടെ. സൂവിൻ്റെ അകത്തുള്ള യാത്രകൾ, കാഴ്ചകൾ നമുക്ക് കാണാം. വണ്ടി എടുത്തു. White peacock, right side. Blue peacock, sir, right side. അടിപൊളി കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സെറ്റ് സ്ഥലം. These are stock, left side. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. Kite. White and brown eagle, left side. Eagle, yes. Eagle. The world kanda friends, eagle. African great parrot. Wow. Left side corner. See. African grapes. Rainbow, madam. Madam, corner. White macaw. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോവാണ്. അതില്ല കണ്ടോ, ആ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. ഡ്രൈവർ ചേട്ടൻ. നമുക്ക് ടൈഗറിനെ കാണാൻ പോകാം. ഇത് ടൈഗർ ഉറങ്ങിക്കിടക്കുവാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. കിടക്കുന്നു. കണ്ടോ ഉണ്ട് ടൈഗർ. ലെപ്പേർഡിനെ കാണാം. നടക്കാനാണെങ്കിൽ കുറേ ഉണ്ട് ഫ്രണ്ട്സിൻ്റെ അകത്ത് നടക്കാൻ. നടന്നു ഒരു പരിവാവും. പിന്നെ അത് മാത്രമല്ല വെയിലും കൊള്ളാണ്ട് നടക്കുകയും ചെയ്യാണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു വാഹനമാണ് ഈ ബാറ്ററിയുള്ള ഈ വണ്ടി. സുഖമായിട്ട് അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. ഇങ്ങ് പോകും. നമുക്ക് ലെപ്പാർഡിനെ കാണാം. ഉറക്കം, നല്ല സുഖം ഉറക്കം. നമുക്ക് ടൈഗറിന്റെ കുളിസിൻ കാണാം. കണ്ടോ, കുളിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ എടുക്കാൻ മറന്നു. സോപ്പോ ഷാമ്പൂ എന്തോ. ഓ, കുളിക്കുക മാത്രമല്ല കുടിക്കുകയും ചെയ്യണം. തന്നെ കുളിച്ച് കയറിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ലെപ്പേർഡും ടൈഗറിനെ കണ്ട് വീണ്ടും യാത്രയായി. ഓൾഡ് ടൈഗർ, അതെ, കുടിച്ചോണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദൂ നിൽക്കുന്നുണ്ടോ, ഇരിക്കുന്നു, ആ പാറപ്പുറത്തിരിക്കുന്നു. എന്തൊരു സ്റ്റൈലിലിരിക്കുന്നു.
Sir, lemur, sir. Lemur monkey. That side, sir. നമുക്ക് കുറച്ച് കുരങ്ങന്മാരെ കാണാം. നമുക്കിനി കുറച്ച് കുരങ്ങന്മാരെ കാണാം. കുരങ്ങന്മാരുടെ ഏരിയയിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ദൂരിക്കുന്നുണ്ടോ? Madam, left side zebra, madam. കുട്ടി സീബ്ര. ಅದಕ್ಕೆ ನಿಂತ್ಕೊಂಡು ಓಡಾಡ್ತೀವಿ ಸರ್. ಹೊರಂಗುಟ್ಟ ಅದೆಲ್ಲ ನಿನಗೆ ಸೇರಿದು, ನಾನೇನು ಕೊಡಕ್ಕಾಗಲ್ಲ. ಹೌದು, ಏನಂತ ಕೇಳಿ, ಏನು ಕೇಳೋದು ಒಂದ್ಸತಿ ಕೇಳೋ ಕರ್ತವ್ಯ ಕೇಳಿ. ಆಗದೆ ಹೋದ್ರೆ ಮುಂದೊಂದು ಇದು ನೋಡ್ಕೊಂಡ್ರೆ ಆಯ್ತು. ಸರ್ ಸೌತ್ ಬೇರ್ ಮೇಡಮ್, ಲೆಫ್ಟ್ ಸೈಡ್. ಹಾಂ ಲಾಸ್ಟ್ ಇದಾಗಲಿಲ್ಲ ಅಂದ್ರೆ ನಿಮ್ಮ ಅಕ್ಕ ನೋಡ್ರೆ ರೈಟ್ ಸೈಡ್ ಒಂದು ಹೊಸ ಕಾಯಿ ಮಾತಾಡ್ಬಿಡ್ಬೇಕು. ಅದೊಂಥರ ನಡೀತದೆ. ಪಾಪ ನಿಮ್ಮ ಅಪ್ಪಂದು ಇದು ಮಾಡಕ್ಕೆ ಹೋಗೋಣ. ನಿನ್ನ ಮೇಲೆ ನಂಬಿಕೆ ಇಟ್ಟಿದ್ರೆ ನೀನು ಆಡ್ ಮಾಡ್ಬೋಣ. ಮೇಡಮ್ ಸ್ಟಾಪ್ ಡೇಟ್ ಇಯರ್ ಇಲ್ಲ, ನಿನ್ನ ಮೇಲೆ ಒಳ್ಳೆ ಅಭಿಪ್ರಾಯ ಐತೆ. ಸ್ಪಾಟ್ಲೆಸ್ ಆಡ್ ಮಾಡ್ಕೊಬೇಡ. This is spotless deer. ರೈಟ್ ಸೈಡ್. No spots. No spots. Yes. This is barking deer. ಜಿಲೇಬಿ ಬೇಕಾ, ಬಾದುಷಾ ಬೇಕಾ? Bow. ഓ, ആ കല്ലെടുക്കാൻ ട്രൈ ചെയ്യുവാണ്. പക്ഷെ സെറ്റ് ആവുന്നില്ല. ഒരു രക്ഷയില്ല. ട്രൈ ഇതിന്റെ ട്രൈ. എലിഫന്റിനെയും കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും യാത്രയാകുന്നു. ബൈസൺ മേഡം, ലെഫ്റ്റ് സൈഡ് ആഫ്രിക്കൻ എലിഫന്റ്, റൈറ്റ് സൈഡ് ആഫ്രിക്കൻ എലിഫന്റ്. കണ്ടോ കഴിച്ചതോ ഒരാളിരിക്കുന്നു, സിംഹാസനത്തിലിരിക്കുന്ന പോലെ. ഇതിനകത്ത് സ്നേക്ക് അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര തിരക്ക്. ഞാൻ കയറുന്നില്ലേ, ആകപ്പാടെ ചൂട് എല്ലാം കൂടെ കയറുന്നുണ്ടോ? കാലുകൾ കാണുന്നുണ്ടോ? ഭയങ്കര തിരക്കാ. ഞാൻ കയറുന്നില്ല. ഞാൻ കയറിയില്ല, നല്ല തിരക്കാണ്. നിന്ന് തിരിയ സ്ഥലമില്ല. നേരത്തെ കാണാൻ പറ്റത്തില്ല. ഇടിയും യുദ്ധവും ഒക്കെ ആയി. ഇതിലാണ് ചുമ്മാ കയറിയിട്ട് ഇടിയൊക്കെ കൊള്ളുന്നു. പുറത്തോട്ട് നടക്കാം ഫ്രണ്ട്സ്. ഇതേപോലത്തെ പാമ്പ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് കാണുമ്പോൾ തന്നെ ദേഹമൊക്കെ വല്ലാണ്ട് ഇറിറ്റേഷനാവും. അത് ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്ക് പേടിയാണ് ഈ പാമ്പ് അതേപോലത്തെ കാര്യങ്ങൾ. അങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ പോയി, മമ്മിയും ഡാഡിയും അനിയത്തിയൊക്കെ പോയി. ഞാൻ പോയില്ല. തിരിച്ച് വണ്ടി കയറാൻ പോവാം. ഗൈസ്, നമുക്കിനി കുറച്ച് നേരം ക്രോക്കഡൈലിനെ കാണാം. ഓക്കെ, നോക്കട്ടെ. ക്രോക്കഡൈലൊന്നുമില്ല, വലിയ കാര്യത്തിൽ കയറ്റി വിട്ടു. 1-2 ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നെയ്യാർ ഡാമിൽ ഇതിനെക്കാട്ടിലും ക്രോക്കഡൈലിനെ കാണാം. ക്രോക്കഡൈലിനെ കാണണമെങ്കിൽ നെയ്യാർ ഡാമിൽ പോയാൽ ഇഷ്ടംപോലെ ക്രോക്കഡൈലിനെ കാണാൻ പറ്റും. ഞാൻ വിചാരിച്ച് കുറേ കാണുമെന്ന്. കുറേ ഒന്നുമില്ല, കുറച്ച് എന്നേ ഉള്ളൂ. ഇത് ബേർഡ്സ് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അമ്മേ കേറിയേ. ഇത് ബേർഡ്സ് പറന്ന് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. കിളികൾ
കണ്ടോ? വാ, പറന്നു പോയി. രസാണല്ലേ? ഫൈറ്റോ? നൈസ്. ഓസ്ട്രേലിയൻ ബേർഡ്. തീരാറായി. എക്സിറ്റിലെത്തിയിട്ടുണ്ട്. ഇനി അവസാനം ജിറാഫ്. അതും കൂടെ കണ്ട് നമുക്ക് സൂയിന്ന് ബൈ ബൈ പറയാം. Right side giraffe. Left side exit. Okay guys, bye. ഭയങ്കര ഒറ്റപ്പെടുന്നോളൂ. ഇനി ഇതുവഴി ക്രോസ് ചെയ്ത് അപ്പർ സൈഡിലെത്തും. അങ്ങനെ സമയമായി, 1 മണി എന്തോ ആയി. ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്ഥലം. ഓക്കെ. ഫോണിന് ചാർജ് ഇല്ല. ഞാൻ ഫോണിൽ ചാർജ് ഇടാൻ വേണ്ടി പോവാണ്. ഓക്കെ, കഴിക്കാൻ പോട്ടെ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പോൾ പാലസ് എത്തി. ഫ്രണ്ട്സ്, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. എടുക്കട്ടെ. മൈസൂർ പാലസ്. ஸ்ட்ரைட் போகணும். அங்கே எல்லாம் சுற்றிட்டு வெளியில் வந்தோம். இந்த ரவுண்ட் அடித்தாலும் இந்த கேட்டில் வரணும். ഗേറ്റ് പേര് ഹലോ. അങ്ങനെ അവർ വാഷ്റൂമിൽ പോയേക്കുവാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി ഇനി അകത്തോട്ട് പോകണം. ഇവിടെയും വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കണം. നടന്നു പോകാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്, നല്ല കാര്യം ഇരിക്കുന്നുണ്ട്. വണ്ടി ഇല്ലെങ്കിൽ നടക്കാം, വണ്ടിയുണ്ട്. നടന്നു പോകുന്ന ഒരു വൈബാണ്, സെറ്റാണ്. നോക്കട്ടെ. ഇനി അകത്തോട്ട് കയറിയിട്ട് കാണിക്കാം. ഇവിടെ ക്യാമറ അലോഡാണെന്ന് അറിയത്തില്ല, നോക്കാം. അലോഡാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. ഓക്കെ. ഫ്രണ്ട്സ്, ഇവിടെ ചെരുപ്പ് വയ്ക്കണം. പക്ഷെ നമ്മളെ ഫോണിൽ ഫോട്ടോ എടുക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ ഷൂ കൂരി അവിടെ കൊടുത്തു. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ ഫുഡ് വെയറൊക്കെ ഊരി കൊടുക്കണം. അങ്ങനെ ഷൂവും ചപ്പലൊക്കെ ഊരി കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കണം. അതാണ് ടോക്കൺ. എല്ലാവരും ടോക്കണൊന്നും തരത്തൊന്നുമില്ല. നമ്മൾ ഫോണിൽ ടോക്കൺ എടുക്കണം. നമ്മൾ ഓരോ ബാഗ് തരും. ആ ബാഗിൻ്റെ അകത്ത്, ബാഗിൻ്റെ പുറത്ത് നമ്പറുണ്ട്. ആ നമ്പർ ആണ് ടോക്കൺ. അത് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചേക്കണം. പാലസിൻ്റെ ഹിസ്റ്ററിയാണ്. ഓക്കെ, നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ വായിച്ചു. വലിയൊരു ഹോൾ. ഇതൊക്കെ ഒരു കാണാനൊരു കാഴ്ച തന്നെയാണ്. നല്ല രസമുണ്ട്, അടിപൊളിയാണ് കാണാൻ.
ಓಕೆ. ಇಲ್ಲ ಬರೀ ಪೇಂಟ್. ഫ്രണ്ട്സ് അങ്ങനെ പാലസ് കണ്ടിറങ്ങി. അപ്പം ചെരുപ്പ് മേടിക്കാനായിട്ട് നിൽക്കുവാണ്. ചെരുപ്പ് മേടിച്ചിട്ട് നേരെ ഞങ്ങൾ ജെറുസലം ഒരു നൈറ്റ് അവിടെയാണ് സ്റ്റേ. അപ്പോൾ അതെവിടെയാണ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് ഞാൻ പറയാം അതെവിടെയാണ് എന്താണെന്നുള്ളത്. അപ്പം ഓക്കെ. ഫ്രണ്ട്സ് ഞാനിപ്പോൾ കൂർഗിലാണ്. കൂർഗിൽ നിന്ന് സ്റ്റേ ആണ്. അപ്പോൾ ഞാൻ എന്താ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. രാവിലെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വല്ലാണ്ടിരിപ്പുണ്ട്. അപ്പോൾ പോയി കുളിച്ചിട്ടൊക്കെ കാണാം. ഫ്രണ്ട്സ് അങ്ങനെ ഒരു അടിപൊളി കുളിയൊക്കെ പാസ്സായി ഞാൻ വന്നു. ഇനി കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, എഡിറ്റ് ചെയ്യണം. പിന്നെ ഫുഡ് കഴിക്കാൻ പോകണം. എല്ലാവരും കുളിച്ചിട്ടൊക്കെ വരുന്നേക്കേ ഉള്ളൂ. അതൊക്കെ അവരൊക്കെ വന്ന ശേഷം ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ വന്നുകൊണ്ട് സുഖമായിട്ടുള്ളൊരു ഉറക്കം കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ സെറ്റ്. നമുക്കിനി കഴിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ഫുഡ് 10 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ചൂടായിട്ട് കൊണ്ടുവരുമായിരിക്കും. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. ഗൈസ് നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കൊണ്ടുവന്നു. കുടിച്ചു എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. കൊള്ളാം. പാഷൻ ഫ്രൂട്ടാണ്. സൂപ്പർ. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ്, നല്ല ചൂട് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. നമുക്കിനി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ. കൂർഗിലെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ. ഫ്രണ്ട്സ് സൂപ്പർ. അപ്പം കഴിച്ചിട്ട് വേണം. ഫുഡ് കഴിച്ചു. ഒന്ന് റിലാക്സ് വേണ്ടിയിരിക്കുക. അപ്പോൾ ഉടനെ തന്നെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പാള് വയ്ക്കും. അതുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് പോവാം. ഇവിടെ ക്രിക്കറ്റ് നടക്കുവാണ് TV യിൽ. ഓക്കെ, അപ്പോൾ ഇനി റൂമിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ റൂമിലെത്തി. എല്ലാവരും പകുതി ഉറക്കത്തിലൊക്കെയാണ്. അപ്പോൾ ഞാനിനി ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. നാളെ രാവിലെ എണീക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.